എടപ്പള്ളി പുക്കാട്ടുപടി മെയിൻ റോഡിനോട് വളരെ അടുത്തായിട്ട് വലിയൊരു വില്ല പ്രോജക്റ്റിനകത്ത് ഫസ്റ്റ് വില്ലയാണ് നമ്മൾ കാണാൻ വന്നിരിക്കുന്നത്. 2 റോഡ് ഫ്രണ്ടേജാണ് ഈ വില്ല വരുന്നത്. കിഴക്കോട്ട് ദർശനമായിട്ടുള്ള വീടാണ്. തികച്ചും വാസ്തുവിദ്യ അനുസരിച്ച് തന്നെയാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടുന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 8 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. എടപ്പള്ളി ഭാഗത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷൻ കൂടിയാണ്. നമുക്കിനി വീടിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ നല്ലൊരു ഗേറ്റഡ് വില്ലയുടെ അകത്താണ് ഫേസ് ടു ഫേസ് ആയിട്ടാണ് വില്ല ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ എലവേഷൻ ആണെന്നുണ്ടെങ്കിലും ഭംഗിയുള്ളൊരു എലവേഷൻ കൊടുത്തിട്ടുണ്ട്. മതിലിൻ്റെ പാറ്റേണിൽ നല്ലൊരു ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈനോട് കൂടി തന്നെയാണ് മതിൽ വരെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിനകത്തേക്ക് വരാം. വലിയൊരു വാഹനം ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്തുണ്ട്. KW വാട്ടറിൻ്റെ സ്റ്റോറേജ് സ്പേസ് താഴെ കൊടുത്തിരിക്കുകയാണ്. പവർ പോയിന്റ് വരുന്നുണ്ട്. ഇരുവശങ്ങളിലായിട്ടും റോഡ് വരുന്നുണ്ട്. ഈ ഭാഗത്ത് 2 മീറ്റർ സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ 4 കോർണറിലായിട്ടും CCTV ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കിഴക്ക് ഭാഗത്തേക്ക് വരാം. ഈ ഭാഗത്തും വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ കോമ്പൗണ്ടിനകത്ത് തന്നെയുണ്ട്. കിഴക്ക് ഭാഗത്തായിട്ട്, അതായത് നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് വെല്ല് വരുന്നുണ്ട്. വെള്ളത്തിനകത്ത് കിടക്കുന്ന മോട്ടറാണ്. കിച്ചണിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കിണർ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ടെക്സ്ചർ വർക്കൊക്കെ കൊടുത്ത് നല്ല ഗ്രില്ലൊക്കെ ചെയ്ത് ഭംഗിയായിട്ടാണ്. ഇനി ഫ്രണ്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഗാർഡൻ ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല സെറ്റ് ബാക്ക് കിഴക്ക് വശത്തും വടക്ക് വശത്തും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിനകത്തേക്ക് കയറാം. സിറ്റ് ഔട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നീളത്തിലാണ്, ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റിലും കൊടുത്തിട്ടുണ്ട്. കയറി വരുന്ന പ്രധാന ജനലാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയിൽ അതും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് വീടിനകത്തേക്ക് വരാം. കിഴക്കോട്ട് ഫേസ് ചെയ്യുന്ന ഡോറ് തന്നെയാണ് വീടിന് നൽകിയിട്ടുള്ളത്. അകത്തേക്ക് കയറുകയാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലിവിങ് സ്പേസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് ഈസ്റ്റ് സൈഡാണ്. അവിടെ മനോഹരമായിട്ട് ഡിസൈനോട് കൂടിയൊരു വിൻഡോയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് സൗത്ത് സൈഡാണ്. സൗത്ത് സൈഡിൽ 3 പാളി ജനലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ ഭംഗിയായിട്ടാണ് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുള്ളത്. ഒരു വുഡിൻ്റെ ഒരു ബീഡിങ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ളൊരു TV ഇവിടെ ഹോൾഡ് ചെയ്യാവുന്ന രീതിയിൽ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. പിന്നെ CCTV ക്യാമറയുടെ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. 3 ഫേസ് ലൈൻ്റെ വയറിംഗ് ആണ് ഇത് മൊത്തത്തിൽ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനും വലിപ്പമുള്ളതാണ് ഇതിൻ്റെ അപ്പർ ലിവിങ് സ്പേസും. നമുക്ക് ഇതെല്ലാം വഴിയെ കാണാം. നേരെ ഡൈനിങ് സ്പേസിലേക്ക് പോകാം. ഈ ഡൈനിങ്ങിലേക്ക് പോകുന്ന എൻട്രൻസിനെ ഭംഗിയായിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഡിസൈൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. LED ലൈറ്റിലൊക്കെ വരുന്നുണ്ട്. അപ്പം ഭംഗിയായിട്ട് ഇതിനെ കവർ ചെയ്തിരിക്കുകയാണ്. നേരെ നമ്മൾ ഡൈനിങ്ങിലേക്ക് വന്നു. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ്. വലിയൊരു ഡൈനിങ് ടേബിൾ ഇട്ടാലും കൺജസ്റ്റഡ് ആവാത്ത രീതിയിൽ, അതായത് പാസേജ് തടസ്സമില്ലാത്ത രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മേലെയും ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം ഈസ്റ്റ് സൈഡാണ്. ഈ വിൻഡോയ്ക്കും നല്ലൊരു വലിപ്പം വരുന്നുണ്ട്. ഒരു പെർമനൻറ്റ് ഗ്ലാസ് വരുന്നുണ്ട്. 2 സൈഡായിട്ട് തുറക്കാവുന്ന രീതിയിലാണ് വിൻഡോസും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓപ്പൺ കിച്ചനാണ്. അപ്പോൾ നല്ലൊരു കൗണ്ടർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. LED ലൈറ്റുകളും CNC കട്ടിങ്ങും ഒക്കെ വരുന്നുണ്ട്. ഇവിടെ നിന്ന് വാഷ് കൗണ്ടർ ഒതുങ്ങി മാറിയാണ് ചെയ്തിട്ടുള്ളത്. അതായത് വാഷ് ചെയ്യാൻ നേരത്ത് നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഒരു തടസ്സമില്ലാത്ത രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒതുങ്ങി മാറിയിട്ടാണ് വാഷ് കൗണ്ടർ കൊടുത്തിട്ടുള്ളത്. സിറയുടെ ഫിറ്റിങ്സ് ആണ് വന്നിട്ടുള്ളത്. ഇനി ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വലിയൊരു മിററും ലൈറ്റും വരാനുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസ് വന്നിരിക്കുന്നത് സ്റ്റെയറിനടിയിലാണ്. അതും കവർ ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ കിച്ചണിലേക്കാണ് പോകാൻ പോകുന്നത്. കിച്ചൻ്റെ സ്ഥാനം വരുന്നത് നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്. ഈസ്റ്റിലേക്ക് നമുക്ക് ഫുഡും ഫോഗും അറേഞ്ച് ചെയ്യാവുന്നതാണ്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു കളർ ഡിഫറൻസ് വരുന്നുണ്ട്. ഭംഗിയായിട്ട് അതിനെയും പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഒരു L ഷേപ്പിലാണ് ഗ്രാനൈറ്റ് വിരിച്ചിട്ടുള്ളത്. മാത്രമല്ല നല്ല ക്വാളിറ്റി ഉള്ളൊരു സിങ്കും വരുന്നുണ്ട്. പവർ പോയിന്റ് യഥേഷ്ടം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് അക്വഗാർഡിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല ഭംഗിയിലാണ് കിച്ചൺ ഒരുക്കിയിട്ടുള്ളത്. ഇനി സെക്കൻഡ് ഭാഗത്തേക്ക് വരാം, അതായത് വർക്ക് സ്പേസിലേക്ക് പോവാം. ഇങ്ങനെ പാതി ഭാഗത്ത് ഷീറ്റിട്ടും കൊടുത്തിട്ടുണ്ട്. 2 ഭാഗത്തായിട്ട് തുറക്കാവുന്ന രീതിയിൽ ഡോറ് കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ കയറി ഒതുങ്ങി മാറിയിട്ടാണ് വാഷ് കൗണ്ടറും കൊടുത്തിട്ടുള്ളത്. അതായത് ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുന്ന സ്പേസിൽ. പിന്നെ നല്ലൊരു ക്വാളിറ്റി ഉള്ള സിങ്ക് വരുന്നുണ്ട്. ഇവിടെയും പവർ പോയിന്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അവിടെ ലൈറ്റിനുള്ള പോയിന്റും കൊടുത്തിട്ടുണ്ട്.
വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ് ആ ഭാഗം. ഇനി നമ്മൾ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് പോകാൻ പോകുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലുള്ള ബെഡ്റൂമാണ്. ഇതിൻ്റെ നീളം വരുന്നത് 14 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റിലും വരുന്നുണ്ട്. ഒരു വുഡിൻ്റെ ടെക്സ്ചർ ലൈനായിട്ടാണ് ബീഡിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് പ്രൊഫൈൽ ലൈറ്റും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം ഈ ഭാഗം വരുന്നത് വെസ്റ്റ് സൈഡാണ്. ഓരോ പാളി വീതം ജനൽ, അതും ഫുൾ പാനൽ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് നോർത്ത് സൈഡാണ്. 2 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. താഴെ വിരിച്ചിരിക്കുന്ന ടൈല് ഒരു പ്രത്യേക ടൈൽ പാറ്റേണിലാണ് കൊടുത്തിട്ടുള്ളത്. അതായത് കോട്ട് വരുന്ന ഭാഗത്ത് മാറ്റ് വുഡിൻ്റെ ടെക്സ്ചർ ടൈലാണ് കൊടുത്തിട്ടുള്ളത്. മനോഹരമായിട്ട് ഇവിടെ വാർഡ്രോബ്സ് കൊടുത്തിരിക്കുകയാണ്. 3 പാർട്ടായിട്ട് തുറക്കുകയും ചെയ്യാം. ഇവിടെ ഒരു ഡ്രസ്സിങ് ടേബിളും കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ബാത്റൂമിലേക്ക് ഒന്ന് വരാം. നല്ലൊരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. മിറർ വരുന്നുണ്ട്. ഇനി ലൈറ്റ് വരാനുണ്ട്. ഇവിടെ സിറയുടെ ഡയവേറ്ററാണ് വന്നുള്ളത്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് വാൽവാണ്. ഹീറ്ററിൻ്റെ പോയിന്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. മാറ്റ് ടൈലാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഭിത്തി വന്നിരിക്കുന്നത് ഗ്ലോസിയാണ്. ഫൈബർ ഡോറുമാണ്. അകത്തെ ഡോറുകളെല്ലാം തന്നെ മരത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം വന്നുള്ളത്. സൗത്തിലേക്ക് നമുക്ക് ഹെഡ് പൊസിഷൻ വയ്ക്കാവുന്ന രീതിയിലാണ് ഇതും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിലും ആ ഒരു ടൈലിൻ്റെ പാറ്റേൺ വന്നിട്ടുണ്ട്. ഒരു വുഡിൻ്റെ ടെക്സ്ചറിലൊരു ടൈലിൻ്റെ പാറ്റേൺ വന്നിട്ടുണ്ട്. മാറ്റ് ടൈല്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. 13 അടി നീളവും 12 അടി വീതിയാണ് ഈ ബെഡ്റൂം വന്നുള്ളത്. മനോഹരമായിട്ട് ഇവിടെ വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിളോട് കൂടിയത് തന്നെയാണ്. നമുക്കിനി ഇതിൻ്റെ ബാത്റൂമിലേക്ക് ഒന്ന് വരാം. വാഷ് ബേസിൻ, മിറർ, ലൈറ്റിനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഡൈവേർട്ടർ, റെയിൻ ഷവർ, വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, അതുപോലെ തന്നെ ഹീറ്റിൻ്റെ പോയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ മാറ്റ് ഭിത്തി ഗ്ലോസിയാണ്. ഫൈബർ ഡോർ തന്നെയാണ് ഇതിനും വന്നിട്ടുള്ളത്. ഇനി നമ്മൾ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് പോകുന്നത്. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് പൂർണ്ണമായിട്ടും ഗ്രാനൈറ്റ് തന്നെയാണ് വിരിച്ചിട്ടുള്ളത്. റൈറ്റ് സൈഡിലാണ് ഹാൻഡിൽ വരുന്നത്. സ്ക്വയർ ട്യൂബിൽ വുഡ് പൊതിഞ്ഞിരിക്കുകയാണ്. നേരെ മേലേക്ക് കയറാം. ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സ്റ്റെപ്പ് കൊടുത്തിരിക്കുകയാണ്. ഇത് നോർത്ത് സൈഡാണ്. 2 പാളി ജനൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെയും ഭംഗിയായിട്ടാണ് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുള്ളത്. അതിവിശാലമായിട്ടുള്ളൊരു അപ്പർ ലിവിങ് സ്പേസ് ആണ്. 2 സെക്ഷനായിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തും നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. അപ്പോൾ 2 സെക്ഷനായിട്ടാണ് അപ്പർ ലിവിങ് സ്പേസ് വന്നുള്ളത്. അതിൻ്റെ മേലെ ഭംഗിയായിട്ടാണ് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുള്ളത്. ഇനി പ്രധാന അപ്പർ ലിവിങ് സ്പേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു TV യൂണിറ്റിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. വലിയൊരു TV നമുക്കിവിടെ ഹോൾഡ് ചെയ്യാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. മേലെ ഭംഗിയായിട്ട് ഡിസൈനും കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റിൽ വരുന്നുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്ക് സോഫ സെറ്റീസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് TV കാണാവുന്നതാണ്. ഇത് ഈസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡ്. ഇനി നമുക്ക് ഇതിൻ്റെ ബെഡ്റൂമിലേക്ക് പോകാം. നോർത്ത് വെസ്റ്റ് കോർണറിലുള്ള ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 14 അടി നീളവും 11 അടി വീതിയുമാണ് വന്നുള്ളത്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് വരുന്നുണ്ട്. LED ലൈറ്റ് വരുന്നുണ്ട്. നല്ല വലിപ്പമുള്ള വാർഡ്രോബ്സ് ആണ്. അതിൻ്റെ ഒരു കളർ പാറ്റേണും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് സെയിം ബാത്റൂം തന്നെയാണ് ഇതും വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. സൗത്ത് വെസ്റ്റ് കോർണറിലുള്ള ബെഡ്റൂമാണ്. ഇതിൻ്റെ നീളം വരുന്നത് 13 അടി നീളവും 12 അടി വീതിയും വന്നിട്ടുണ്ട്. ഇത് വെസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡ്. ഹെഡ് പൊസിഷൻ നമുക്ക് സൗത്തിലേക്ക് വെക്കാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും പ്രൊഫൈൽ ലൈറ്റും ഒക്കെ വന്നിരിക്കുന്നത് സൗത്ത് സൈഡിലേക്ക് രീതിയിലാണ്. ഇനി ഇവിടെയായിട്ടാണ് വാർഡ്രോബ്സ് വന്നുള്ളത്. 2 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിലും ഡ്രസ്സിംഗ് ടേബിളോട് കൂടി തന്നെയാണ് അതും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് ഒന്ന് പോവാം. നല്ലൊരു യൂട്ടിലിറ്റി ഏരിയ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ടുള്ള സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈനാണ്. അത് തന്നെ ഫുള്ള് കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫുള്ള് കവർ ചെയ്തിരിക്കുകയാണ്. അവിടെയായിട്ട് പവർ പോയിന്റ് വരുന്നുണ്ട്, വാട്ടർ പോയിന്റ് വരുന്നുണ്ട്. നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാം. അലക്കി വിരിച്ചിടാൻ ഇത് തന്നെ ധാരാളമാണ്. ഇനി ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് പോകുന്ന ഭാഗമാണിത്. ഇതും കോൺക്രീറ്റിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ടൈല് വിരിച്ചിരിക്കുകയാണ്. ഗ്രിപ്പ് ഇടുന്നതിന് വേണ്ടിയിട്ട് മാറ്റ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഈ സ്റ്റെപ്പ് നനയാതിരിക്കാൻ വേണ്ടിയിട്ട് മേലെ ഷീറ്റ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. വിശാലമായിട്ടുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയ ആണ്. അത് ഡ്രസ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പേസ് നമുക്ക് യൂസ്ഫുൾ ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് പോകാം. നല്ല വലിപ്പമുള്ളൊരു ബാൽക്കണിയാണ്. അതും കിഴക്കോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ
നല്ലൊരു ടെക്സ്ചർ വർക്കൊക്കെ വരുന്നുണ്ട് ഭിത്തിയിൽ. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാൽക്കണി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല സ്റ്റീലിൻ്റെ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ടഫിൻ്റെ ഗ്ലാസും വന്നിട്ടുണ്ട്. മനോഹരമായിട്ടുള്ളൊരു വില്ലയിൽ മനോഹരമായിട്ടുള്ള വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. 4.5 സെൻറ്റ് ലാൻഡ് ഏരിയ വരുന്നുണ്ട്. 2200 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ്. കിഴക്കോട്ട് ഫേസ് ചെയ്തിരിക്കുന്ന വീടും കൂടിയാണ്. 2 റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ പ്ലാനിങ് ആണെന്നുണ്ടെങ്കിൽ നല്ല ലിവിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പർ ലിവിങ് സ്പേസ് ആണെങ്കിൽ അതിനും വലുപ്പമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഭംഗിയായിട്ടാണ് ഇതിൻ്റെ ഇൻറ്റീരിയൽ ഒരുക്കിയിട്ടുള്ളത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 90 ലക്ഷം രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്, വില നെഗോഷ്യബിൾ ആണ്. അപ്പോൾ വീഡിയോ എൻ്റെ ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒരു മടിയും കൂടാതെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സിമിലർ ആയിട്ടുള്ള ഒരുപാട് പ്രോജക്റ്റ് നമ്മുടെ പക്കലുണ്ട്. അതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീടുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ എൻ്റെ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.